ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പിക്ചർ എങ്ങനെയുണ്ട്? കൊള്ളാവോ പിക്ചർ? നല്ല പിക്ചർ. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഗിഫ്റ്റ് തന്ന ഈ പിക്ചർ നമുക്ക് ഇഷ്ടപ്പെടുവോ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെടും. എനിക്കിങ്ങനെ വാളാർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭിത്തിയിലൊക്കെ തൂക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ പിക്ചർ വാങ്ങിച്ചത് നമുക്കല്ല, ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ഡ്യൂട്ടിയിൽ അവർ ക്രിസ്മസ് സീക്രട്ട് സാൻഡേ ഉണ്ട്, മത്സരമുണ്ട്. അപ്പം അത് ലോട്ടിട്ട് നമ്മളൊരു സീക്രട്ട് ഫ്രണ്ടിനെ എടുക്കും. അപ്പം ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് December 23 അല്ലേ? ഇനി ക്രിസ്മസ് അങ്ങ് അടുക്കാറായി. അപ്പോൾ കുറേ പേരൊക്കെ ഹോളിഡേക്ക് പോകും. അപ്പോൾ അതിന് മുമ്പിട്ട് നമ്മുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ് ഇന്ന്. അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റാണ് വാങ്ങിച്ചത്. ഇതൊരു ഓൾ ഔട്ട് ക്യാൻവാസ് ആണ്. ഞാൻ പൊതിയാൻ പോയത്. ഇത് എങ്ങനെ കൊണ്ടുപോകാൻ ചെയ്ത് കാറ് വെച്ച് കൊണ്ടുപോകല്ലോ. ഇത് അവർക്കൊരു നിമുട്ടം പണി കൊടുത്തതാണ്. ഇത് അവരിപ്പോ വണ്ടിയില്ല വരുത്തേക്ക്. അപ്പൊ ഇതാകുമ്പോ അവരെന്നെ എപ്പോഴും ഓർക്കും. തീർച്ചയായിട്ടും കാണുമ്പോ ചിലപ്പം എത്ര നാളാണോ അവരെ വീട്ടിൽ പോസ്റ്റ് ചെയ്യുന്നത്, അവർ ചിലപ്പോൾ എന്നെ ഇത് ഓർക്കും എപ്പോഴും കാണുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ എനിക്ക് എന്താ കിട്ടുന്നത് നോക്കാൻ പോയിട്ട്. ഇനി അത് റാപ്പ് ചെയ്യണ്ടേ? അപ്പം ഞാനിത് റാപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് കണ്ടോ, ഇത് ക്രിസ്മസിൻ്റെ ഇതായിട്ടുള്ള റാപ്പ് പേപ്പറാണ്. ഞാനെങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ല. ഞാനെങ്ങനെയും കൊണ്ടുപോകും, ആ പുള്ളിക്കാരി എങ്ങനെ കൊണ്ടുപോകുന്നറിയില്ല. ഇനി അവർ കാറിലാണ് വരുന്നത്, കാറിൽ വെച്ച് കൊണ്ടുപോകുമായിരിക്കും. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഒരു ഇംഗ്ലീഷുകാരിയാണ്. അപ്പം അവർക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഇനി എനിക്കും ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ വന്നിട്ട് നോക്കണം. അപ്പോൾ എനിക്കിത് നല്ല ഈസി ആയിട്ട് തന്നെ പൊതിയാൻ പറ്റി. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ട് എന്തായാലും എന്നെ അറിയാൻ പോകുന്നില്ല, സീക്രട്ട് ആയതുകൊണ്ട്. അപ്പം എനിക്കും എൻ്റെ സീക്രട്ട് ഫ്രണ്ട് ആരാന്ന് എനിക്കും അറിയില്ല. അപ്പം ഞാൻ പോയിട്ട് ആ ഗിഫ്റ്റും കൂടെ കാണിച്ചു തരുമായിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ സ്റ്റിക്കറൊന്നുമില്ല ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പേര് എഴുതാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു സ്റ്റിക്കർ പോലെ മേക്ക് ചെയ്യാൻ നോക്കുവാണ്. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആക്കിയാലോ, ആർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റുമായിട്ട് ഡ്യൂട്ടിക്ക് പോവാണ്. ഈ ഗിഫ്റ്റിൽ നിന്ന് തന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് എന്തുവാണല്ലേ. ഞാൻ വൈകുന്നേരം വന്നിട്ട് എൻ്റെ ഗിഫ്റ്റ് കൂടെ കാണിച്ചു തരാം. ബൈ. എൻ്റെ സീക്രട്ട് സാൻഡയുടെ ഗിഫ്റ്റാണിത്. അപ്പോൾ ഞാൻ ഇത്ര ദിവസമായിട്ട് പൊട്ടിച്ചില്ല, കാരണം ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല. അപ്പം ക്രിസ്മസ് സാൻഡ, എൻ്റെ സീക്രട്ട് സാൻഡ എന്താ തന്നതെന്ന് നോക്കിയാൽ ഒരു ഇയറിംഗ് ആണ് തന്നത്. പിന്നെ ഒരു ക്യാൻഡിലും തന്നിട്ടുണ്ട്.
കോട്ടൺ ഫ്ലവർ ആൻഡ് ഫ്രഷ്. നല്ല മണമുണ്ട്. കൊള്ളാവോ? പക്ഷെ ഇത്രയും വലിയ കമ്മലൊന്നും ഞാൻ ഇടത്തില്ല. കൊള്ളാവോ? ഇതായിരുന്നു എൻ്റെ ക്രിസ്മസ് സാന്റയുടെ സീക്രട്ട് സാന്റയുടെ ഗിഫ്റ്റ്. എനിക്കിഷ്ടപ്പെട്ടു. എനിവേ താങ്ക് യു ടു മൈ സീക്രട്ട് സാന്റ. അതുപോലെ ഞാൻ കൊടുത്ത ഗിഫ്റ്റും എൻ്റെ സീക്രട്ട് സാന്റയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആരാന്ന് റിവീൽ ചെയ്തിട്ടില്ല. അപ്പം പുള്ളിക്കാരി എനിവേ അത്രയും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയപ്പം പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു. അപ്പം അതെന്തായാലും ഒരു ഓർമ്മയായിരിക്കും. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.